അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ റമദാൻ വന്നെത്തിയിട്ടാണ്. നമ്മൾ പുണ്യ മാസമാണ്. അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്, മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ. അപ്പം ഇന്ന് ആദ്യത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം കറിക്ക് വേണ്ട കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പില ആകെ ഒരു ഇലകളെല്ലാം ഒന്ന് മഞ്ഞ കളർ വന്നുകൊണ്ട് തന്നെ തിരിഞ്ഞിട്ടൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ നോമ്പിന് വേണ്ടിയിട്ടുള്ള നോമ്പ് മുറിപ്പിക്കലും തുറപ്പിക്കലും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. വലിയ ആഡംബരമല്ല, ഒരു സാധാരണക്കാരുടെ ഒരു നോമ്പ് തുറയാണ് കേട്ടോ. നോമ്പ് തുറയും മുറിപ്പിക്കലും വേണ്ട ഐറ്റംസാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ചിക്കൻ കറിയും പത്തിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് വേണ്ടത് ആദ്യം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടാ. പിന്നെ ഞാൻ പത്തിലിന് വേണ്ട പൊടിയും ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം നമ്മൾ എല്ലാക്കിയാൽ പിന്നെ ഇനി ചൂടാനല്ലോ. അപ്പം ഇങ്ങനെ ചൂടുവെള്ളം വെച്ചിട്ട് ഞാനൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും നോമ്പിൻ്റെ ക്ഷീണവും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം രാവിലെ അത്താഴം വെച്ചിട്ട് സുബഹി നിസ്കാരം എല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് കിടക്കും കേട്ടോ. പിന്നെ എണീച്ചിട്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീക്കും. പിന്നെ എണീച്ചിട്ട് അതുപോലെ തന്നെ നിസ്കാരവും പ്രാർത്ഥനയും ഖുർആൻ പാരായണയും എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ വൈകിട്ടിട്ട് പണികളിലേക്ക് കടക്കും കേട്ടോ. നോമ്പ് തുറക്കുന്നതിനും നോമ്പ് മുറിപ്പിക്കലിനും വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കണ്ടേ. അപ്പം ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ ടേസ്റ്റും തന്നെ. അപ്പം ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല, കാരണം ആ ചിക്കൻ കറിൻ്റെ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് പഴം പൊരിക്കാന്ന് കേട്ടോ. അപ്പോൾ കുറച്ച് 2 പഴം എടുത്തിട്ടേ പൊരിക്കുന്നുള്ളൂ കേട്ടോ, കാരണം കൂടുതൽ എണ്ണക്കടിയോട് വല്ല താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇതാ അങ്ങനെ കറിക്ക് വേണ്ട കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി എന്ന് വെച്ചാൽ നമ്മൾ മസാല, ഉള്ളി, അതുപോലെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം മിക്സിയിൽ ഇങ്ങനെ അരച്ച് വെച്ചിട്ട് മിക്സിയിൽ ഇങ്ങനെ അരച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. മുളക് പൊടി ചേർക്കാത്ത ഒരു കറിയാണ് കേട്ടോ. അതിൽ മുളക് പൊടിൻ്റെ ആവശ്യമേ ഇല്ല. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൊണ്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ എണ്ണ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ബോട്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോട്ടിൽ നിന്ന് തന്നെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ല ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആരും കളയണ്ട, കാരണം നമുക്ക് ഓയിൽ ബോട്ടിലാകാൻ വേണ്ടിയിട്ട് നല്ല ബോട്ടിലാണ് കേട്ടോ. യൂസ്ഫുള്ളാണ്. നമുക്കത് ഓയിൽ ബോട്ടിലായിട്ട് ഉപയോഗിക്കാം. ഒരു എണ്ണ പുറത്തേക്ക് പോകലേക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് അത് കളയാണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഈ ഇരുമ്പ് പാത്രം എത്രത്തോളം തുരുമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുരുമ്പ് പിടിച്ചത് മാറ്റി എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ എണ്ണയിലിട്ട പലഹാരം ഉണ്ടാക്കാനും അതുപോലെ തന്നെ തോരൻ വെക്കാനും എല്ലാം പറ്റുന്ന നല്ല അടിപൊളി ചീനച്ചട്ടി എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോയും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം തുരുമ്പുണ്ടായിന്, ഇപ്പം ഇതിനെക്കൊണ്ട് വല്ലാത്ത യൂസ്ഫുള്ളാണ്. ഈ തുരുമ്പെല്ലാം മാറി പുത്തനായപ്പം അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വീട്ടിലിങ്ങനെ തുരുമ്പ് പിടിച്ച് മൂലക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് യൂസ്ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് അതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ടിപ്സ് ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടുള്ളതും. അങ്ങനെ ഞാൻ പഴമെല്ലാം ഒന്ന് പൊരിച്ചെടുത്തിട്ടാ. പിന്നെ ഇവിടെ മസ്റ്റാണ് നോമ്പ് കാലത്ത് നമ്മൾ വാട്ടർ മെലൺ, വത്തക്ക വെള്ളം അതുപോലെ തന്നെ നാരങ്ങ വെള്ളം, ഇത് രണ്ടും മതി. വേറെ ജ്യൂസായിട്ടൊന്നും ഇഷ്ടമില്ല. അപ്പം ഇത് രണ്ടുണ്ടെങ്കിൽ തന്നെ അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. അപ്പം അങ്ങനെ ഞാൻ പത്തിൽ ചുടുന്നതിന് മുമ്പ് ഇതെല്ലാം വെള്ളമെല്ലാം ഒന്ന് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുപ്പ് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ വത്തക്ക വെള്ളം നാരങ്ങ വെള്ളം ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം പിന്നെ പത്തിൽ നമുക്ക് കുഴച്ച് വെച്ചിനല്ല. അപ്പോൾ ഇനി പത്തിലും കൂടി ചുട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ നോമ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാങ്ക് കൊടുക്കാനായിട്ട് ഏകദേശം ഇത് കഴിയുമ്പോൾ 6 മണിയായി. 6:30 മണിക്ക് ശേഷമാണ് കേട്ടോ പിന്നെ ബാങ്ക് കൊടുക്കൽ, മഹരി ബാങ്ക്. ഇനി പത്തിലും കൂടി ചുട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞിട്ടാ. ഇനി നോമ്പ് മുറിച്ച ശേഷം പിന്നെ മഗ്‌രിബ് നിസ്കാരവും അതുപോലെ പ്രാർത്ഥനയും. നമ്മൾ കൂടുതലും ഈ റമദാൻ മാസം ഒരിക്കലും ക്ലീനിങ്ങിനും കുക്കിങ്ങിനും വേണ്ടി കളയേണ്ട മാസമല്ല. കൂടുതലും നല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമായതുകൊണ്ട് തന്നെ കൂടുതലും പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് കേട്ടോ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.